ഹലോ മക്കളെ, പഠിപ്പൊക്കെ എടുത്തി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എന്ന് വെച്ചാൽ കഴിയേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമ്മുടെ എക്സാം ഇങ്ങനെ എത്തിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നാളെ മറ്റന്നാൾ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ എക്സാം ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, സോ ഇനി അധികം ചർച്ചകളോ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഓരോ ചാപ്റ്ററിനും നമുക്ക് ചോദിച്ചേക്കാവുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് വേഗത്തിൽ നോക്കി പോകട്ടോ. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ടെൻഷൻ ഒന്നും ആവണ്ട, സിമ്പിളായിട്ട് നോക്കുക. ഓക്കെ, സാറ് പറഞ്ഞ ചോദ്യങ്ങൾ ഒരു പകുതി മുക്കാൽ എനിക്കറിയാം. ഓക്കെ, യു ഷുഡ് ബി ഹാപ്പി. ഓക്കെ, ഇനി ഇത് മുഴുവൻ അറിയാം, സെറ്റാണ് എന്നുള്ള രീതിയിലേക്കും കൂടി നോക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ചാപ്റ്റർ 1 നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കോർഡിനേഷന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ഈയിടെ ആയിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുന്ന സമയത്ത് കോർഡിനേഷന്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് വി ഹാവ് 5 ഫംഗ്ഷൻസ്, മേജർ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ലളിതമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്ന 5 ഫംഗ്ഷൻസ്: പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന ഭാഗം. അത് ഓരോ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. സോ അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, സോ എനി 4 ഫംഗ്ഷൻസ് ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെന്റ്, ദെൻ എക്സ്പ്ലെയിൻ ദ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് നമുക്ക് മാനേജ്മെന്റ് എന്താണ്, മാനേജ്മെന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചാപ്റ്റർ 1 നിന്ന് പ്രതീക്ഷിക്കാം. ഗോയിങ് ടു ദ സെക്കൻഡ് ചാപ്റ്റർ നമുക്കൊന്നും ആലോചിക്കാനില്ല, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസും FW ടൈലറുടെ 4 പ്രിൻസിപ്പിൾസും ടെക്നിക്കുകളും തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യവും ചോദ്യമായിട്ട് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം മാത്രമുണ്ട്. കുറെ കാലങ്ങളായിട്ട് ഇതുപോലെയായിരുന്നു ചോദ്യങ്ങൾ വന്നത്. 14 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ 2 പ്രിൻസിപ്പിൾസും ടെക്നിക്കുകളും ഏതൊക്കെയാണ് എന്നുള്ള ഇഷ്ടമുള്ളത് എഴുതാനാണ് ചോദിച്ചതെങ്കിൽ ഒരു വർഷം ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യമായിരുന്നു സ്കാലാർ ചെയിൻ മാത്രമായിട്ടൊരു 3 മാർക്കിന്റെ ചോദ്യം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കാലാർ ചെയിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതിന് മുന്നത്തെ വർഷം ചോദിച്ചിട്ടുള്ളതാണ് ഫംഗ്ഷണൽ ഫോർമാൻഷിപ്പ് മാത്രം ഒരു 4 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇങ്ങനെയും ചോദ്യങ്ങൾ വന്ന് കാണുന്നുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 14 എണ്ണത്തിൽ നിന്ന് ഇഷ്ടമുള്ള ഒന്ന് എഴുതുന്നതിൽ മാറിയിട്ട് അതിൽ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് തേർഡ് ചാപ്റ്റർ വാസ് ബിസിനസ് എൻവിറോൺമെന്റ് എന്നുള്ള ഒരു 4 മാർക്കിന് മാത്രം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബിസിനസ് എൻവിറോൺമെന്റിലുള്ള ഒരു ബിസിനസ് സോഷ്യൽ എൻവിറോൺമെന്റ്, പൊളിറ്റിക്കൽ എൻവിറോൺമെന്റ്, ലീഗൽ എൻവിറോൺമെന്റ് എന്നുള്ള ചോദ്യമായിരുന്നു. മേ ബി അതിൽ ഏതെങ്കിലും 2 എണ്ണം തന്നിട്ട് ഒന്ന് അതിനെക്കുറിച്ച് എഴുതാൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എന്നുള്ളൊരു ചോദ്യമായിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് 4 മാർക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ വന്നാൽ പിന്നെ ഒന്നും ആലോചിക്കാനില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് നമ്മുടെ തേർഡ് ചാപ്റ്റർ. ഓക്കെ, അങ്ങനെ നമ്മുടെ മാനേജ്മെന്റ് തുടങ്ങിയിട്ട് മാനേജ്മെന്റും പ്രിൻസിപ്പിൾസും ബിസിനസ് എൻവിറോൺമെന്റും പറഞ്ഞതിന് ശേഷം വി ആർ ഗോയിങ് വിത്ത് ദ ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതിൽ ഒന്നാമത്തെ ഫംഗ്ഷൻ ആയിരുന്നു പ്ലാനിങ് എന്നുള്ളത്, വിച്ച് മീൻസ് ഒരു 8 മാർക്കിനോളം ചോദ്യങ്ങൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പ്ലാനിങ് എന്നുള്ളത്. പക്ഷേ ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു അത്. പ്ലാനിങ്ങിൽ നമുക്ക് പ്രധാനപ്പെട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് പ്ലാനിങ്ങിന്റെ സ്റ്റെപ്സ് തന്നെയാണ്, പിന്നെ പ്ലാനിങ്ങിന്റെ ലിമിറ്റേഷൻസ് ആണ്, ആൻഡ് വി ഹാവ് പ്ലാനിങ്ങിന്റെ ടൈപ്സ് ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഈ 3-4 ടോപ്പിക്സ് അതിൽ ശരിക്കും ഉള്ളൂ. പിന്നെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്. ആ ഭാഗങ്ങളും ഒന്ന് നോക്കി വെച്ചേക്കുക. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ലിമിറ്റേഷൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ് ചോദിക്കാറുണ്ട്. ആൻഡ് വി ഹാവ് വാട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് പ്ലാനിൽ ഏതെങ്കിലും 1-2 പ്ലാനുകളുടെ പേര് തന്നിട്ട് പോളിസി, പ്രൊസീജിയർ, പ്രോഗ്രാം, റൂൾസ് എന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് എഴുതാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും 2 എണ്ണം ചോദിക്കാറുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു 6-8 പഠിക്കാനുള്ളത് അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പോഴും ഞാൻ പറയുന്നു, വലിയൊരു രീതിയിൽ വലിയൊരു എസ്സേ ക്വസ്റ്റ്യൻ രീതിയിലല്ല അത് പഠിക്കേണ്ടത്, ചെറുതായിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് വിത്ത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നതാണ്. ഓർഗനൈസിംഗ് ചാപ്റ്റർ നമുക്ക് ഓർമ്മയുണ്ട്. ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, ഫംഗ്ഷണൽ ഡിവിഷനിൽ പറയുന്നുണ്ട്, ഫോർമൽ ഇൻഫോർമൽ പറയുന്നുണ്ട്, ഡെലിഗേഷൻ ഡീസെൻട്രലൈസേഷൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 7 ടോപ്പിക്സ് 6 എണ്ണം ഒരു വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് ഫംഗ്ഷണൽ ഡിവിഷനിൽ, ഫോർമൽ ഇൻഫോർമൽ, ഡെലിഗേഷൻ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സുമായിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. ബട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ഏകദേശം 9 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണത്. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 6 ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമലും ഇൻഫോർമലും ആ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതോട് കൂടിയിട്ട് ഫോർമൽ എന്താണെന്നും ഇൻഫോർമൽ എന്താണെന്നും അവർ തമ്മിൽ ഡിഫറൻസും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെലിഗേഷൻ എന്താണെന്നും അതിന്റെ 3 എലമെന്റ് ആയിട്ടുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള ഭാഗം നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാട്ടോ. ഡ്രോ ദ ഡയഗ്രാം ഷോയിങ് ദ ഫംഗ്ഷണൽ സ്ട്രക്ചർ. ഫംഗ്ഷണൽ സ്ട്രക്ചറിന്റെയോ ഡിവിഷണൽ സ്ട്രക്ചറിന്റെയോ ഡയഗ്രത്തോട് കൂടിയിട്ടുള്ള ഒരു ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡയഗ്രാം വരച്ച് എഴുതുന്ന വളരെ ചുരുക്കം ചോദ്യങ്ങളിൽ ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നതാണ് നമ്മുടെ ഫംഗ്ഷണൽ സ്ട്രക്ചറോ ഡിവിഷണൽ സ്ട്രക്ചറോ. ഓക്കെ, ആൻഡ് ഫംഗ്ഷണൽ ഡിവിഷൻ നമ്മൾ ഡിഫറൻസും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നൗ വി ആർ ഗോയിങ് അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. 10 മാർക്കോളം ചോദിക്കും
പ്രതീക്ഷിക്കുന്ന നമ്മളൊരു എസ്എ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്ന ചാപ്റ്ററാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. സ്റ്റാഫിംഗിൽ നമുക്ക് ഓർമ്മയുണ്ട്, സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, സെലക്ഷന്റെ സ്റ്റെപ്സ് പറയുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് പറയുന്നുണ്ട്, ട്രെയിനിങ് പറയുന്നുണ്ട്. 4 ടോപ്പിക്കുകൾ വളരെ ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു കൊച്ചു ചാപ്റ്റർ. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുന്ന സമയത്ത് ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് വി ഹാവ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് നമ്മൾ ഇന്റേണലും എക്സ്റ്റേണലും പഠിക്കുന്നുണ്ടെങ്കിലും ഒരു എസ്എ ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് മാത്രമാണ്. സോ വി ഹാവ് ടു ലേൺ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. അതേപോലെ തന്നെ സെലക്ഷന്റെ പ്രോസസ്സ്, അതേപോലെ തന്നെ സ്റ്റാഫിംഗിന്റെ പ്രോസസ്സ്. ഇതൊക്കെ എസ്എ ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ഉള്ള ഭാഗമാണ്. സ്റ്റാഫിംഗിന്റെ സ്റ്റെപ്സ് ആവാം, സെലക്ഷന്റെ സ്റ്റെപ്സ് ആവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ആവാം. 3 സാധ്യതകളാണ് നമുക്കുള്ളത്. പഠിച്ചാൽ ഒട്ടും നഷ്ടം വരാത്ത, പഠിച്ചാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് സ്റ്റാഫിംഗ് എന്നുള്ളത്. ഗോയിങ് വിത്ത് കമ്മ്യൂണിക്കേഷൻ അല്ല, ഡയറക്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. വി നോ 4 എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്: മോട്ടിവേഷൻ, കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, പിന്നെന്തായിരുന്നു സൂപ്പർവിഷൻ എന്നുള്ളത്. ഏതും എസ്എക്ക് ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത്. അതിൽ ലീഡർഷിപ്പ് മാത്രമാണ് നമ്മളൊരു എസ്എക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ ഭാഗത്ത് നിന്ന് മാസ്ലോന്റെ ക്വസ്റ്റ്യൻ ആവാം നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സിൻ്റെ ഭാഗമാവാം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്ന് ചോദിക്കാം, സൂപ്പർവിഷൻ ആവാം, സൂപ്പർവിഷൻ ഇമ്പോർട്ടൻസ് ആവാം, അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ റോൾ ആവാം ചോദിക്കുന്നത്, കമ്മ്യൂണിക്കേഷൻ്റെ എലമെന്റ്സ് ആവാം ചോദിക്കുന്നത്, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആവാം. ഈ ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ഒരു വലിയ ചാപ്റ്ററാണ്. 11ഓളം മാർക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്നാലും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അതിലും പറഞ്ഞതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഡയഗ്രാം. അടുത്ത ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുന്നത് കമ്മ്യൂണിക്കേഷന്റെ എലമെന്റ്സോ അല്ലെങ്കിൽ പ്രോസസ്സോ വരയ്ക്കാൻ പറയുന്ന ഡയഗ്രാം ആയിരിക്കും. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻറ്റ് ഫൈനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മോട്ടിവേഷൻ, മാസ്ലോന്റെ മോട്ടിവേഷൻ ചോദിക്കാം, സൂപ്പർവിഷൻ വരാം, മൾട്ടിപ്പിൾ റോൾസ് വരാം, അതേപോലെ തന്നെ ലീഡർഷിപ്പ് വരാം. ആൻഡ് വി ഹാവ് റീസൺസ് ഫോർ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഈ സ്ലൈഡ് കംപ്ലീറ്റ്ലി ഡയറക്റ്റിംഗ് ചാപ്റ്റർ എന്നാണ്. എന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, ബട്ട് സ്റ്റിൽ യു ക്യാൻ ഏബിൾ ടു സ്കോർ. ഈ ചാപ്റ്റർ തന്നെയായിരിക്കും നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻ എന്നും കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നെക്സ്റ്റ് വി ഹാവ് ദ ചാപ്റ്റർ കൺട്രോളിംഗ്. ഒരു കൊച്ചു ചാപ്റ്റർ, ആരെയും ഉപദ്രവിക്കാത്ത ഒരു കൺട്രോളിങ്ങിന്റെ സ്റ്റെപ്സ് പറയുന്ന, അല്ലെങ്കിൽ കൺട്രോളിങ്ങിന്റെ പ്ലാനിങ്ങും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു കൊച്ചു ചാപ്റ്റർ. ആ 2 ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചേക്കുക. ഒന്ന് ലിമിറ്റേഷൻസും പഠിച്ചു വെച്ചേക്കുക. സോ പ്രോസസ്സ് പഠിക്കുക, അതേപോലെ തന്നെ വി ഹാവ് ഇവരുടെ പ്ലാനിങ്ങും കൺട്രോളിങ് തമ്മിലുള്ള ബന്ധം പഠിക്കുക, ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിങ് പഠിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് നോക്കി വെച്ചേക്കുക, ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ ഗോയിങ് വിത്ത് വൺ ഓഫ് ദ അനദർ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഒരു പാർട്ട് 1 എന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ട് വി ആർ ഗോയിങ് ദ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കുറച്ച് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മാത്രം പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മനോഹരമായ ചാപ്റ്റർ. ദി 5 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ക്യാപിറ്റൽ. ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ എടുക്കണം എന്നുള്ള ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ഫാക്ടേഴ്സ് അത് തന്നെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും വരുന്നത്, അല്ല ഫൈനാൻസിങ് ഡിസിഷനിലും വരുന്നത്. ആൻഡ് വി ഹാവ് വർക്കിംഗ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. റിപ്പീറ്റഡ് ആയിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ കാണാം. ആൻഡ് വി ഹാവ് മാർക്കറ്റിംഗ് ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് വി ഹാവ് ഈ പറഞ്ഞതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ട് കഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളത് മാർക്കറ്റിംഗിന്റെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് സെയിൽസ് പ്രൊമോഷന്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും എസ്എ ക്വസ്റ്റ്യന് സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. പ്രൊമോഷൻ ടെക്നിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഈ 2 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നമ്മൾ എസ്എക്ക് ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, 4 പീസ് ഓഫ് മാർക്കറ്റിംഗ്, ഇതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 4 പീസും ആവാം നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. എഫക്ട് ദ ഫിക്സേഷൻ ഓഫ് പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ്. പ്രൈസിനെ കുറിച്ച് ചോദ്യങ്ങൾ 5 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റിംഗ് സെല്ലിംഗ് നമ്മൾ ഡിഫറൻസ് വരാറുണ്ട്. അഡ്വർടൈസിംഗ് പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ ഡിഫറൻസ് വരാറുണ്ട്. ഓക്കെ, സോ ഓൾ ടുഗദർ വി നോ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ സ്റ്റാർട്ടിംഗ് തന്നെ മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗും സെല്ലിംഗ് നമ്മൾ ഡിഫറൻസ് പറയുന്നുണ്ട്. ദെൻ വി ആർ ഡയറക്ട്ലി ഗോയിങ് വിത്ത് 4 പീസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് പോകുന്നുണ്ട്. പ്ലേസ്, പ്രൊഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊഡക്റ്റ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന 4 പീസ് ഓഫ് മാർക്കറ്റിംഗിലേക്ക് പോകുന്നു. ആ 4 പി അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ സമയത്ത് ബ്രാൻഡിങ്, ലാബലിംഗ്, പാക്കേജിംഗ് എന്നുള്ള ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രൈസിംഗിൽ പിന്നെ പ്രൈസിംഗും അതിന് ഫാക്ടേഴ്സ് എഫക്റ്റും, പ്ലേസും പ്ലേസിനെ എഫക്റ്റീവ്, പ്ലേസിന്റെ കുറച്ച് ചാനൽസുമാണ് പറയുന്നത്. ആൻഡ് വി ഹാവ് പ്രൊമോഷൻ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഇങ്ങനെ പ്രൊമോഷൻ മിക്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് വി ഹാവ് വിത്ത് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ റൈറ്റ്സ് പഠിച്ചു വെക്കുക, അവരുടെ കൺസ്യൂമറിന്റെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ റിഡ്രസൽ ഏതൊക്കെയാണ്, റിഡ്രസൽ ഫോറങ്ങളുണ്ട്, അതൊന്നും നോക്കി വെച്ചേക്കുക. എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിലീഫുകൾ എന്നുള്ള ഭാഗം കൂടി നോക്കി വെച്ചേക്കുക. ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരു 10, 25, 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. 34 ക്വസ്റ്റ്യനിൽ ഇത്ര ക്വസ്റ്റ്യൻസ് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ബാഡ് ഐഡിയ, ഗുഡ് ഐഡിയ തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഈ ഭാഗങ്ങളെല്ലാം സെറ്റാണ് എന്ന് ഉറപ്പ് വരുത്തുക. നമ്മുടെ ലൈവ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. കൃത്യമായിട്ട് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനും ആയിഷ ടീച്ചറും വരുന്നുണ്ട്. സോ യു ജസ്റ്റ് ഫോളോ വിത്ത് അസ് എന്നുള്ളതാണ് കേട്ടോ. സോ anyone who is appearing for the CUET examination, I am inviting to join this group കേട്ടോ. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ 5,999 rupees നമ്മുടെ ബാച്ചിലേക്ക് I am inviting you because ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്കാണ് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സിലബസ് എങ്കിലും നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ
കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനാണ്. ഓക്കെ, സോ വിച്ച് മീൻസ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്ന നമ്മളൊക്കെ ഇവിടെ നാട്ടിൽ തന്നെ ഇങ്ങനെ പെരകി നടന്നിട്ട് വി ആർ ഗോയിങ് ടു ഹാവ് എ ന്യൂ ലൈഫ്, ഒരു എക്സ്പ്ലോറേഷൻ മൈൻഡിൽ നമുക്ക് പോകാൻ പറ്റിയതാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. അവിടേക്ക് 45ഓളം യൂണിവേഴ്സിറ്റികൾക്ക് ഒരു ഒറ്റ എക്സാമാണുള്ളത്, CUET എന്ന് പറയുന്ന ഈ ഒരു എക്സാമാണ്. ഈ എക്സാമിന് രജിസ്റ്റർ ചെയ്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പർ ട്രെയിനിങ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചതല്ലേ, സിലബസ് നോക്കുന്ന സമയത്ത് ഞാൻ +2 പഠിച്ചതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ബട്ട് സ്റ്റിൽ യു ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് എ ഓൾ ഇന്ത്യ ലെവൽ. എല്ലാവരും കോച്ചിങ് എടുത്ത് വളരെ പ്രിപ്പയർഡ് ആയിട്ട് വന്ന് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയാണ്. അവിടെ നമുക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ല. നമുക്കും വേണം അഡ്മിഷൻ, ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ, ചീപ്പർ കോസ്റ്റിൽ നമുക്ക് പഠിക്കാൻ പറ്റണം. നമ്മുടെയും കൂടി ഗവൺമെൻറ്റാണ് ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഹെൽപ്പിക്കും. നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ കുറഞ്ഞ ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് ബെറ്റർ യൂണിവേഴ്സിറ്റി തോടിയിട്ട് വലിയ രാജ്യങ്ങളൊക്കെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. യു നോ ദ കോസ്റ്റ് അല്ലേ, വലിയ ചിലവാണ് വരുന്നത്. പക്ഷേ ഒരു ചെറിയ കോസ്റ്റിൽ ഇഫ് യു വാണ്ട് ടു ലേൺ വെൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കോച്ചിങ്ങിൽ കയറുക, കൃത്യമായിട്ടുള്ള ട്രെയിനിങ് എടുക്കുക, നമ്മുടെ ക്ലാസ്സസ് കേൾക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ചെയ്യുക, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യനുകളെ കുറിച്ചിട്ടുള്ള ഒരു ബെറ്റർ ഐഡിയ ക്രിയേറ്റ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് വി ആർ റെഡി വിത്ത് ദ ഓൾ കോഴ്സ്. അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് താഴെ കാണുന്ന ലിങ്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടോ, ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ മക്കളെ, സോ വെരി വെൽ, എക്സാം എല്ലാം പ്രിപ്പയർ ചെയ്യട്ടെ, ഏറ്റവും ഈസി ആയിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓക്കെ, ബൈ, സി യു.